ഗപ്പിയോ? ഗപ്പി ആരാ? ഗപ്പിയാണ്. ഗപ്പി ഗപ്പി സിനിമയുടെ പേരല്ലേ അല്ലേ? ഗപ്പിന്റെ സിനിമയുണ്ട്. ഗപ്പി വേറെ. ഗപ്പി ഒരു കഥാപാത്രമാണ്. ക്യാറ്റ് ഫിഷ് വേറെ. ഗോൾഡ് ഫിഷ്. ചെറുതൊന്നും അല്ലല്ലോ. ഞാൻ ചെറുതൊന്നും ഞാൻ അങ്ങനെ ആഗ്രഹിക്കാറില്ല. 4 20യാ? ഇതിന് അവിടെ നിലവിളിക്കാനല്ലേ? ഒരെണ്ണം തന്നെ താങ്ങാൻ പറ്റുന്നില്ല. തോന്നിക്കും അല്ലേ റോഡ്? തിന്നാടിയതല്ല, നിനക്ക് വറുത്ത് തിന്നാനാണ്. അതോ നിന്റെ പൂച്ചയ്ക്ക് വറുത്ത് തിന്നാനാണ്? ബ്ലാക്കിക്ക് വറക്കാനുണ്ട്. അതെ, ഗ്യാസ് ഓഫല്ലേ അമ്മ? മോനെ ഒരു ചെറിയ സംശയം. ഗ്യാസ് ഓഫ് ചെയ്തില്ലേ? ചെറിയ ഡൗട്ടുണ്ട്. അമ്മയെ നിർത്തി കത്തിക്കാനാണ് നേരത്തെ പറയണം കേട്ടാ. പാട്ടില്ലേടാ? കോന്നി റൂട്ടല്ലേ? സേലത്തൊക്കെ കോട്ടയം ഞാനപ്പം പിന്നാണെങ്കിൽ ട്രാവലറേ വിളിക്കുന്നത് 18,000 രൂപ. തലേന്ന് പോയിട്ട് തലേന്ന് രാവിലെ പറഞ്ഞോ? ആരെ പറഞ്ഞോ? പറഞ്ഞല്ല, വിഷ്ണുവിനെ വിളിക്കണേ. അല്ല, എല്ലാരും കൂടെ നമ്മളെല്ലാം കൂടെ പോവാണെങ്കിൽ വണ്ടി വിളിച്ച് അല്ല ഒരു ട്രിപ്പ്. നല്ലൊരു ഓട്ടോ ഉണ്ടെങ്കിൽ വിഷ്ണുവിനെ വിളിക്കണം കേട്ടോ. അമ്മയാ ലോക്ക് ചെയ്ത അമ്മയാ ഇങ്ങോട്ട് ചോദിച്ചാ ലോക്ക് ചെയ്ത ഡോറ് ചോദിച്ചാ അമ്മേ. അതല്ലേ നീ അവര് വണ്ടി കണ്ടില്ല? വണ്ടി വിഷ്ണുവോ? അല്ല, വിഷ്ണു കൊടുത്ത വണ്ടി. വിഷ്ണു നിനക്ക് അറിയത്തില്ലല്ലോ? എനിക്കറിയത്തില്ല. കാരണം എന്തായാലും പോയാൽ മതി. ചേട്ടന് കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ പോയാൽ കൊള്ളെങ്കിൽ? ഞാൻ ഒരു ദിവസം ഉച്ചയ്ക്ക് തീരുമാനിച്ചു എനിക്ക് പറഞ്ഞു വരും. ഞാൻ എന്താ വെച്ചാൽ അന്ന് വീട്ടിലും പറയുന്നില്ല, എൻ്റെ അടുത്ത് പോകണമെന്നോ അല്ലാതൊന്നും പറയുന്നില്ല. 2 ദിവസം കൊണ്ട് ഞാൻ പിന്നെ എടുക്കുന്നുണ്ട്. എന്ന് പോകണം എപ്പോൾ പോകണം എങ്ങനെ പോകണം ഇതിനല്ലേ
ഒരു കോട്ടയം അങ്ങനെ ഓരോന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ ഒരു 12:15 വേറെ കാര്യം ചെയ്താൽ നേരെ റാന്നി പ്രൈവറ്റ് ബസ് നേരെ റാന്നി പ്രൈവറ്റ് ബസ്സിന് കയറുക. പ്രൈവറ്റ് ബസ്സിന് കയറി കഴിഞ്ഞാൽ നേരെ അവിടുന്ന് മുണ്ടക്കായം ബസ് കിട്ടും. 1 by 1 ആയിട്ട് മുണ്ടക്കായം കിടപ്പുണ്ട് വണ്ടി. ഈ കോട്ടയത്ത് പോകുന്നത് കഴിഞ്ഞ ദിവസം മുന്നിപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കത് കറക്റ്റ് എന്നിട്ട് ഞാൻ മാപ്പ് എടുത്ത് നോക്കി അതിലെ കറക്റ്റ്. കാരണം നമ്മൾ ഈ കോട്ടയത്ത് പോയി നമ്മൾ ബസ്സിൻ്റെ ഒരു 1 മണിക്കൂർ നമ്മൾ നോക്കിയിട്ട് എന്താകും ഇരിക്കും. പക്ഷെ എന്താണെന്നില്ല അത് ഒരുപാട് ട്രാവലിംഗ് നേരെ നമ്മൾ എന്തോ വണ്ടി കിട്ടും. പക്ഷെ ഒരുപാട് നേരം ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വരും. നേരെ റാന്നി ഇറങ്ങും. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ സാധനം കിട്ടിയ വണ്ടി കയറിയത്. ഉറങ്ങിയോടി അങ്ങനെ കിട്ടിയോണ്ട് എടുത്താ. അങ്ങനെ അവിടെ ചെന്ന് കുറേ നേരമില്ല അവിടെ അന്ന് അത്തരം ശബരിമല മണ്ഡലകാല സീസണായിരുന്നു. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറേ അയ്യന്മാരൊക്കെ കാര്യങ്ങളൊക്കെ അപ്പം അവർക്ക് എരുമേലി വണ്ടിപ്പിടിയാറ് പോയിട്ട് അതുവഴി പോകാൻ വേണ്ടിയാണ്, നടന്നു പോകാൻ വേണ്ടിയാണ് കേട്ടോ. ഇവിടെ നെരുവേലി അല്ല വണ്ടിപ്പെരിയാർ വഴി. ഞാൻ പറഞ്ഞില്ല പിന്നെ അരുണാപൂരി എന്ന് പറഞ്ഞ പുള്ളിക്കാരുണ്ടല്ലോ, പുള്ളിക്കാരൻ സീസണാകുമ്പോൾ ഒരു പോക്കുണ്ട്. നല്ല രസമാണ്. ഇൻസ്റ്റ 360 പുള്ളിക്കാരൻ്റെ ഒരു ഇൻസ്റ്റ 360 ഉണ്ട്. 360 ആണ് പുള്ളി അതുകൊണ്ടൊരു പോക്കാം. അത് കഴിഞ്ഞ് നടന്ന് രസം വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇപ്പൊ നമ്മൾ പള്ളിയില്ലേ പറഞ്ഞിരുന്നേ. അതെ അതെ. എന്നിട്ട് അവിടെ ചെന്ന് അല്ല അവിടെ ഇങ്ങനെ കാര്യം പറഞ്ഞിട്ട് അവരങ്ങനെ പോകാനാണ് പറയാം. അപ്പം അവർക്ക് ഒരു വണ്ടി വന്നു, ഒരു കുമളി വണ്ടി വന്നു. ഞാൻ കുമളി വണ്ടി കയറണമെന്ന് നോക്കിയിട്ട് ഭയങ്കര തിരക്ക്, ഒരു രക്ഷയില്ല. ഞാൻ അതിൽ പറഞ്ഞു കോട്ടയത്ത് നിന്ന് ഉള്ളിപ്പിടിക്ക് വലിയ പാടാ. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കും, വണ്ടിയില്ല, വണ്ടി കുറവാണ്. അല്ല കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിനകത്ത് കിടക്കുന്നത് കുമളി വഴി വണ്ടിയില്ല. കോട്ടയത്ത് നിന്ന് കുമളിക്ക് എപ്പോഴും വണ്ടിയുണ്ട്. വണ്ടി വേണ്ടതാണ്, വണ്ടി വേണ്ട റോഡാണ്. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്നു ശരണ്യ ബസ് അടക്കം ഉണ്ടായിരുന്നല്ലോ. അതല്ല അങ്ങനെ നിർത്തിയതാ. അതുകൊണ്ട് അപ്പൊ അങ്ങനെയുള്ള വണ്ടികളില്ലാത്ത ഉണ്ടായിരുന്നു. നല്ല സർവീസ് അല്ലേ? നല്ല സർവീസ്. ഞാൻ അവിടെ 4 മണിക്കൊരു വണ്ടി വന്നിട്ടോ. ശരണ്യ സിൽക്ക് ഓടിച്ചിട്ടുണ്ടല്ലേ? അതെ സിൽക്കിന്റെ ചേർന്നതല്ലായിരുന്നോ? ശരണ്യല്ലായിരുന്നു? എന്തുവായിരുന്നു എഴുതി വെച്ചേക്കുന്നല്ലേ? 6:30 പത്തനംതിട്ട, 6:30, 6:25 പത്തനംതിട്ട വയസ്സാനില്ല തരുന്നത്. കിട്ടിയില്ലെന്ന് പറഞ്ഞു അന്നത്തെ പഴയ പന്ന റോഡ് അല്ലേ? നമ്മക്കല്ലേ ആക്സിഡന്റുകൾ കുറവായിരുന്നു. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇത്. വളരെ ഈ താരതമ്യേന ആക്സിഡന്റ് കുറവായിരുന്നു. പഴയ റോഡും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ആക്സിഡന്റ് കുറവുകളാണ്. വേറെ ഇപ്പൊ വേറെ അങ്ങനെ രണ്ട് കുട്ടികൾ മീൻ വാങ്ങിച്ച് സന്തോഷത്തിൽ പുറകിലിട്ടുണ്ട്. അടി ആ മീനൊന്ന് കാണിച്ചേ, കാണിച്ചേ. കൊള്ളാം അടിപൊളി സെറ്റ്. ഫുഡ് കാണിക്കുന്നു.
യെസ്, അങ്ങനെ ഫൈനലി നമ്മൾ റീച്ച് ചെയ്തിരിക്കുകയാണ് വീട്ടിൽ. കുഞ്ഞിന് വേണ്ട ഗപ്പി മീന്, അവൾക്ക് വേണ്ട അത്യാവശ്യം സ്നാക്സ് കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു. അങ്ങനെ ലാക്കൂര് അതുവഴി കോന്നി വഴി മൂവാറ്റുപുഴ, പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ പിടിച്ച് കിഴവള്ളൂർ വഴി നമ്മൾ എന്താക്കണം പൂങ്കാവ് വന്നു അത്യാവശ്യം സ്നാക്സ് ഒക്കെ അവിടെ നിന്നാണ് എടുത്തത്. മലബാർ ഇതുണ്ട്, സ്നാക്സ് കടയുണ്ട്. അവിടെ നിന്ന് എന്താക്കി കൊച്ചിന് അവിടുത്തെ സ്നാക്സ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് എന്താക്കി അവിടെ നിന്ന് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് അത്യാവശ്യം എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനിയും നാളത്തേക്കിനുള്ള പരിപാടികളാണ്. താങ്ക് യു.